ഹായ് ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ പോത്തിനും വിട്ടിട്ടുണ്ട് കേട്ടോ. മിക്കു ഹായ് പറയ്. ഇത് കണ്ട മിക്കൂസിൻ്റെ സയാൻ 80 എന്നുള്ള ജേഴ്സിയാണ് കേട്ടോ. അത് ഞങ്ങളിവന് ഒരു വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഒരു വയസ്സിൻ്റെ ടൈമിൽ അടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ അവനത് കളിക്കാൻ മുമ്പ് അപ്പോൾ ഇവനും ഇടാൻ വേണ്ടിയിട്ട് അടിച്ചാണ്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴും അവന് കൊള്ളില്ല കേട്ടോ. ഈ സൈസാണ് ലാസ്റ്റ് സൈസ് കൊണ്ട് അവർ അടിച്ചു തന്നാണ്. ലൂസാണ്, കൊള്ളില്ല എന്നല്ലേ. അപ്പം മിക്കു അത് വേണം പറഞ്ഞിട്ട് അത് ഇട്ടതാണ് കേട്ടോ. അതാ നമ്മുടെ പോത്തപ്പന്മാർ വേണ്ട, രണ്ടാൾ ഇടിയും കൂടി നിൽക്കുന്നുണ്ട്. ഒരാൾ മീനുണ്ട് കേട്ടോ. അപ്പോൾ അവന് പിടിക്കും, വണ്ടി വരുന്നുണ്ട്. നമ്മൾ മിക്കൂസിനുള്ള ചോറും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ചോറൊക്കെ കൊടുത്തത്. അപ്പോൾ പോത്ത് ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ പോത്തിൻ്റെ അങ്ങോട്ട് വെറുക്കണത് എന്ത് കുരു? ആമക്കുരുവാണ്. അവിടെ കാണിച്ചു കൊടുക്ക്, കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്ക്, കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്. എന്താണത്? മിക്കൂസിൻ്റെ വേഷം കണ്ട. ഈ ഡ്രസ്സ് തന്നെ ഇടുള്ളൂ എന്ന് വെച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇട്ടതാണ് കേട്ടാ. എന്തു പറഞ്ഞിട്ടും അയക്കുന്നില്ല. എന്താ കൂത്തുകളാണ്. ഗുണ്ടൻ വണ്ടിട്ട് പോയി നിന്നെ കുത്തി മലത്തും കൊണ്ട് വന്നോ ഗുണ്ടൻ. നമ്മുടെ പോത്ത് കുട്ടന്മാർ മെയിനുണ്ട്. അവിടെ അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടുത്തെ കളം. നമ്മുടെ അപ്പു വിളിച്ചപ്പോൾ പോത്തുകൾ വേണ്ട വരിയായിട്ട് പോകണണ്ട. അപ്പോൾ മിക്കൂസ് വരുന്നുണ്ട്, മിക്കൂസും പോകുന്നുണ്ട് കേട്ടോ. പശുവിനെയും കൊണ്ട് അച്ഛൻ മേയിച്ച് പാടത്തൊക്കെ കൊണ്ടുപോയി നിറയെ പുല്ലൊക്കെ തീറ്റിച്ച് തോട്ടിൽ നല്ലോണം കഴുകി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശുക്കുട്ടിനെ നമ്മൾ അവിടെ ഒരു പറമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ വലിയ കയറായതുകൊണ്ട് ഇപ്പോൾ അവളവിടെ നിന്ന് ഇങ്ങനെ മേയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗുണ്ടൻ ലാസ്റ്റാണ് വരുന്നത്. അപ്പൂ മിക്കു അതാ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരെയൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് നമുക്ക് കെട്ടിയിടാം കേട്ടോ. ഇവന് നടക്കാൻ വയ്യ, ഓടാനൊക്കെയാണെങ്കിൽ ഇവൻ ജഗുവാണ്. ജഗുവൻ്റെ കഴുത്തിൽ കയറാൻ പറ്റിയിട്ട് വലിയ കയറിടണം. ഇത് ഈ കൂട്ടത്തിൽ, ഈ പോത്തപ്പന്മാരുടെ കൂട്ടത്തിൽ ഇവൻ്റെയാണ് ഒരു കുഞ്ഞ കയറേട്ടാ. വേണ്ട മിക്കൂസിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തതാണ് കേട്ടോ. അതിന് അവൻ രാവിലെ തന്നെ അപ്പൂൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ഉണ്ടാക്കി അപ്പൂൻ്റെ കൂടെ വന്നു. എനിക്ക് വീട്ടിൽ കുറച്ച് പണി തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്തിരി തട്ടിപ്പറക്കി വെക്കലായിരുന്നത്. ഇത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മടക്കി വൃത്തിയാക്കി വെക്കലായിരുന്നു ഇന്നത്തെ എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ അവൻ അതുകൊണ്ട് അപ്പൂൻ്റെ കൂടെ വന്നു. നടക്കുക. അപ്പോൾ വേണ്ട നമ്മുടെ പോത്തപ്പന്മാർ പോകുന്നുണ്ട് കേട്ടോ. നമുക്കും പോത്തപ്പന്മാരുടെ കൂടെ പോവാം. നമ്മൾ രാവിലെ പശുവും പാലൊക്കെ കറന്ന് സൊസൈറ്റിയെ കൊണ്ട് കൊടുത്ത് എന്നിട്ടാണ് വീട്ടിലെ പണി തുടങ്ങിയത് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മൾ അപ്പു വന്നതും പോത്തിനെയും പശുവിനെയൊക്കെ അഴിച്ചു. അച്ഛനുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അച്ഛൻ നന്നായിട്ട് പുല്ല് തീറ്റിക്കുന്നുണ്ട് പശുവിനെ. അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട് എന്ന് വേണം പറയാൻ കേട്ടോ. പാല് നമുക്ക് കൂടുതൽ കിട്ടാനൊക്കെ ഈ മേയുന്നത്, പച്ചപ്പുല്ല് തിന്നുന്നത് നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അതാ ഒരാൾ എൻ്റെ പുറകിലുണ്ട്, രണ്ടവന്മാരും എൻ്റെ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും. പുല്ലല്ല വൈക്കോലും തീറ്റയും കൊടുക്കും കേട്ടോ. പോത്തുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരുത്തം വന്നു. എന്താ നമ്മുടെ പശുവും പശുക്കുട്ടിയും കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛനുള്ളത് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഉപകാരമുണ്ട്. അച്ഛൻ നന്നായി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉപകാരം എന്നല്ല, അച്ഛൻ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പശുവിനെയൊക്കെ മേയ്ക്കാനും കൊണ്ടുപോകാനും ഒക്കെ. മിക്കും കൂടെ ഉള്ളതുകൊണ്ടാണ് വേണ്ട അവൾ കുട്ടീൻ്റെ മേലെ കയറാൻ നോക്കുന്നുണ്ട. വേണ്ട അച്ഛാ, എന്താണ് കയറുകൊണ്ട് ബാക്കിക്ക് തല്ലീന അപ്പോൾ നടക്കുള്ളൂ. ബാക്കി തല്ലിയ നടക്കും. നടക്കടി. ഇതിന് പോളയെടുക്കാൻ തുടങ്ങി തോന്നുന്നു. പോളയെടുത്താൽ പിടിച്ചുകൂടെ നിൽക്കുകയില്ലോ. അച്ഛൻ പശുവിനെയും കൊണ്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടീനെ കഴിച്ചിട്ട് പോട്ടെ. അപ്പോൾ ഇങ്ങനെ കെട്ടണ്ട, ഇനി സാധാ കെട്ട് കേട്ടോ. മിക്കൂസും അപ്പും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പോത്തപ്പന്മാർ വരുന്നുണ്ട്. ആ കയറ് അവിടെ ലൂസാക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചുകൂടി ലെങ്ത്ത് കിട്ടുമല്ലോ. മറ്റങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് കുറച്ച് പോലേ. അപ്പോൾ പോക്ക്
നടക്കപ്പോൾ നമ്മൾ കുഞ്ഞു പശുവിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു പശുവിനെയും കൊണ്ട് പോവാം. അപ്പോൾ പോത്തിനും കൊണ്ടുപോവാ. അതാ നമ്മൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതാ പോത്തപ്പന്മാരെ വിളിക്കുന്നുണ്ട്. അവർ വരുന്നുണ്ടോ ഇല്ലയോ? ഇനി കാല് പശുവിനെ കാണിച്ചാൽ പശുവിനെയും കൊണ്ട് അച്ഛൻ പോകുന്നുണ്ട്. പശുക്കുട്ടിനെയും കൊണ്ട് ഞാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോത്തിനെയും പശുവിനെയൊക്കെ വീട്ടിൽ കൊണ്ട് ഇനി കെട്ടിയിടാം. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ കേട്ടോ. ഇവർ രണ്ടുപേരിനെ മേയ്ക്കാൻ വിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വീഡിയോ ഞാൻ നാളെ പറ്റിയ അച്ഛൻ കഴുകാൻ കൊണ്ടുപോകുന്നതും മേയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.